ഹലോ, കിച്ചണിലത്തേക്ക് രണ്ട് പുതിയ പ്രോഡക്റ്റ്സ് മേടിച്ചതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇത് ഇൻസെക്റ്റ് ഫ്രീ മെറ്റൽ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. കാണാൻ തന്നെ നല്ല ഒരു എസ്തെറ്റിക് ലുക്കുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഇത് നല്ല വലുതുമാണ് കേട്ടോ. എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്തിടാം. നല്ലൊരു വുഡൻ അടപ്പ്, നല്ല പുറത്തേക്കിങ്ങനെ ഓട്ടയൊന്നുമില്ല. നല്ല നമുക്ക് എപ്പോഴും കിച്ചണിൽ പഴം വെച്ചാൽ പ്രത്യേകിച്ച് ഈച്ചക്കൂട്ടങ്ങളാണ് അല്ലേ. കുഞ്ഞു കുഞ്ഞ് കണ്ണീച്ച, വലിയ ഈച്ചയല്ല. പഴം വെക്കുമ്പോൾ എനിക്കാണെങ്കിൽ അതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം. ഈ കണ്ണീച്ച ഒഴിവാക്കാനാണ് ഞാൻ മെയിനായിട്ട് ഈ സംഭവം മേടിച്ചത്. പഴങ്ങൾ എന്ത് ഫ്രൂട്ട്സ് വെച്ചാൽ ഈ കണ്ണീച്ച അതിന് ചുറ്റിനും അങ്ങ് പൊതിയും. പഴം എല്ലാവരുടെ വീട്ടിൽ മിക്കപ്പോഴും ഉള്ളതല്ലേ. അപ്പം ഈ വലിയ ബാസ്ക്കറ്റ് മേടിച്ച് ഞാൻ അതിനുള്ളിൽ ഇതെല്ലാം അങ്ങ് വെക്കുകയാണ് കേട്ടോ. നല്ല എസ്തെറ്റിക് ലുക്കായിട്ട്. ഇത് ഒരു ഇൻസെക്റ്റ് ഫ്രീ ഒരു മെറ്റൽ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പം നല്ല ടൈറ്റ് അടപ്പും, ആ ഒരു വുഡൻ അടപ്പാണ് എനിക്കിതിൻ്റെ ഒരു പ്രത്യേകത തോന്നിയത്. നല്ല ടൈറ്റായിട്ട് നമുക്കിങ്ങനെ അടച്ച് വേണമെങ്കിൽ ഇത് ഡൈനിങ് ടേബിളിൽ വെക്കാം. നിങ്ങൾക്ക് ഇതേപോലെ കിച്ചൺ ലെഡ്ജ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് ബാസ്ക്കറ്റാണ് കേട്ടോ. അതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചു. ഇത് ഇതേപോലെ ഒരു ഇൻസെക്റ്റ് ഫ്രീ മെറ്റൽ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഇതൊരു കിളിക്കൂട് പോലത്തെ ഒരു ബാസ്ക്കറ്റ് കേട്ടോ. നല്ല കിളികളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതും ഇൻസെക്റ്റ് ഫ്രീ തന്നെയാണ് കേട്ടോ. ആ മെറ്റൽ ബാസ്ക്കറ്റ് നല്ലൊരു സ്വർണ്ണ കിളിക്കൂട്, മുകളിൽ നല്ല കിളിക്കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. ഇതും ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഞാൻ ഫ്രൂട്ടിന് പകരം ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് ചുമ്മാ വെച്ച് കാണിക്കാൻ വെച്ചാണ് കേട്ടോ. കാരണം മറ്റേതിൽ ഫ്രൂട്ട് വെച്ചല്ലോ. ഇതിനകത്ത് ഇതേപോലെ ബ്രെഡും സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോൾഡൻ കേജ് ഞാൻ ചുമ്മാ പേരിട്ട. ഇതും ഇൻസെക്ട് ഫ്രീ മെറ്റൽ ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഇതാണോ അതാണോ ബ്ലാക്ക് ആണോ ഗോൾഡൻ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്തേക്കാം. ഇഷ്ടമുള്ളവർ ചെക്ക് ചെയ്യുക കേട്ടോ.